കോട്ടമതിലുള്ള സംരക്ഷിതമായ യെരീഹോ പട്ടണത്തിന്റെ ചുറ്റും 6 ദിവസം ഓരോ ആവർത്തി കാഹളമൂതിക്കൊണ്ട് യോശുവയും കൂട്ടരും നടക്കുകയും 7-ാം ദിവസം 7 ആവർത്തി കാഹളമൂതിക്കൊണ്ട് പൈശാചിന്റെ ശക്തിയുടെ പ്രതീകമായ കോട്ടമതിലുള്ള സംരക്ഷിതമായ യെരീഹോ പട്ടണത്തിന്റെ ചുറ്റും 7 ആവർത്തി കാഹളമൂതുമ്പോൾ കോട്ടമതിലുള്ള സംരക്ഷിതമായ പൈശാചിന്റെ ശക്തിയുടെ പ്രതീകമായ യെരീഹോ പട്ടണത്തിന്റെ മതിലുകളെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം പ്രദക്ഷിണം നടത്തുന്നത് ഈ ദേശത്തുള്ള ഓർത്തഡോക്സുകാരനെ മാത്രം അനുഗ്രഹിക്കാൻ വേണ്ടി വല്ലതുമാണോ? അല്ല, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാം. ദേശത്ത് അക്രമം വർദ്ധിക്കുമ്പോൾ, അരാജകത്വം പെരുകുമ്പോൾ, മദ്യവിപത്ത് വർദ്ധിക്കുമ്പോൾ, അസഹിഷ്ണുതകൾ വർദ്ധിക്കുമ്പോൾ, സർപ്പവിഷത്തിന് തുല്യമായ തകിടം മറിഞ്ഞ വ്യവസ്ഥിതികളുടെ ദുഷിച്ച